നമസ്കാരം. PC എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും, അതേപോലെ തന്നെ RRB ഗ്രൂപ്പ് ഡി എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് RRB ഗ്രൂപ്പ് ഡി 2014 നടത്തിയ 2014 നടത്തിയ RRB ഗ്രൂപ്പ് ഡിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി RRB ഗ്രൂപ്പ് ഡി മലയാളത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പർ അത്രത്തോളം പ്രയോജനപ്പെട്ടിരിക്കും. കാരണം കൂടുതലും PYQs ആണ് ഈ RRB ഗ്രൂപ്പ് ഡിയിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുന്നെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. അടുത്ത കാലത്ത് ഏത് രോഗത്തെയാണ് ഉന്മൂലനം ചെയ്തത്? ഇതിൻ്റെ ആൻസർ പോളിയാണ്. അതായത് അന്നത്തെ ഇത് വെച്ചിട്ട് ആയിരിക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ പോളിയാണ്. രണ്ടാമത് ഒരു മാത്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നമുക്ക് തൽക്കാലം വിട്ടേക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭാരതത്തിലെ ഏറ്റവും പഴക്കമേറിയ ഓയിൽ റിഫൈനറി ഏത്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഡിഗ്ബോയ് ആണ്. ഭാരതത്തിലെ ഏറ്റവും പഴക്കമേറിയ ഓയിൽ റിഫൈനറി ഏത്? ഡിഗ്ബോയ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഫൈറ്റർ ജെറ്റ്? ഐ തിങ്ക് ഇതും ഒരു CA ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് അറിയില്ല, എന്നാലും അതിൻ്റെ ആൻസർ ഞാനിവിടെ പറയുകയാണ്, Su-30. ഭാരതത്തിലെ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത്? അതിൻ്റെ ആൻസർ വരുന്നത് രാജ്യസഭയാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സുപ്രസിദ്ധമായ അജന്ത എല്ലോറ ഗുഹകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതിൻ്റെ ആൻസർ വരുന്നത് ഔറംഗസേബിലാണ്. ഔറംഗസേബ്. ഓക്കെ, അജന്ത എല്ലോറ ഗുഹകൾ മഹാരാഷ്ട്രയിലാണ്. സ്റ്റേറ്റ് ചോദിച്ചാൽ മഹാരാഷ്ട്ര, ഔറംഗസേബ്. ഓക്കെ, എക്സാക്ട് പ്ലേസ് ആണ് അവിടെ ചോദിച്ചിരുന്നു തോന്നുന്നു. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും തൂക്കം കുറഞ്ഞ ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും തൂക്കം കുറഞ്ഞ ഗ്യാസ് ഏതാണ്? ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഹീലിയമാണ്. ഓക്കെ, ഹൈഡ്രജൻ കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ അടുത്തതും 20% ലായനിയുടെ 8 ലിറ്ററിൽ എത്ര ലിറ്റർ പ്യുവർ ആസിഡാണ് അടങ്ങിയിരിക്കുന്നത്? അതിൻ്റെ ആൻസർ വരുന്നത് 1.6 ആണ്. ഓപ്ഷൻ ബി 1.6. ഓക്കെ, ഭാരതത്തിലെ സംയുക്ത സംസ്ഥാന, അതായത് ഫെഡറൽ സംസ്ഥാനങ്ങളുടെ സർക്കാരുകളുടെ വിവിധ വൈശിഷ്ട്യങ്ങളുള്ള സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നത്, അതിന് നമുക്കറിയാം ഭരണഘടനയാണ്. എന്തെന്ന്? ഭാരതത്തിലെ സംസ്ഥാന, അതായത് സർക്കാരുകളെയൊക്കെ ഫെഡറൽ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ഭരണഘടനയാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, സ്വർണത്തിൻ്റെ പരിശുദ്ധതയെ കാണിക്കുന്നതാണ് ക്യാരറ്റ്. ഏറ്റവും പരിശുദ്ധമായ സ്വർണം എന്ന് പറയുന്നത് എത്ര ക്യാരറ്റിൻ്റെതാണ്? ഓക്കെ, അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ, 24 ക്യാരറ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിഷ്ണുഗുപ്ത നന്നായി അറിയപ്പെട്ടിരുന്നത്? യെസ്, ചാണക്യൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ,